കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BCOC 132 അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് BCom, BBA, അതുപോലെ തന്നെ BCom G, BCom F, BBA കോഴ്സുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത്. സോ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. സോ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിന്റെ എങ്ങനെയാണ് ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസിലൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതായിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ PYQA എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ സബ്ജക്ട്സിന്റെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആയിരിക്കാം. കൃത്യമായ രീതിയിൽ പാസ്റ്റ് 2026 പ്രീവിയസ് ബാച്ച് വരെയുള്ള അല്ലെങ്കിൽ പ്രീവിയസ് സൈക്കിൾ വരെയുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കൃത്യമായ രീതിയിൽ ഓരോ ബ്ലോക്സും അല്ലെങ്കിൽ ഏത് യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഹൈ ഈൽഡ് അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു PYQ ഡോക്യുമെന്റ് എന്നുള്ളത്. സോ ഹൗ ടു യൂസ് ദിസ് ഡെസ്ക് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്കറിയാം എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം ഒരു ലാസ്റ്റ് വീക്ക് റെസ്ക്യൂ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വീക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു മോഡൽ ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം പ്രിപ്പറേഷൻസ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റഡി റിവിഷൻ എന്നുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്ത് പോവാം അല്ലെ. ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻസിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൂടി നമുക്കിത് യൂസ് ചെയ്ത് പോവാവുന്നതാണ്. സോ നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേണിന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്ട് 3 hours എക്സാം ആണ് നമുക്ക് വരുന്നത്. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആണ്. 100 മാർക്സിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സാം വരുന്നത് അല്ലെങ്കിൽ മാർക്സ് വരുന്നത്. അതിൽ നമ്മൾ പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത് 35 ആയിരിക്കണം. യൂഷ്വലി നമുക്കൊരു 9 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുന്നുണ്ടാവും. അതിൽ നിന്നും നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. മേ ബി ഈ ഒരു പാറ്റേണിൽ ചേഞ്ച് വരാം. സെക്ഷൻ A, സെക്ഷൻ B എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ഹാവിംഗ് 20 മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും നോർമലി നമുക്ക് വരാറുള്ളത്. അതല്ലെങ്കിൽ ഒരു 10 മാർക്സിന്റെ ഈച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു BCOC 132 എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 5 മാർക്സ്, അതുപോലെ തന്നെ 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ 4 to 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 10 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മാർക്ക് അലോക്കേഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി കാണാനായിട്ട് സാധിക്കാറുണ്ട്. സോ എക്സാം പേപ്പർ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ് 50% ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലോങ് തിയറി ഓർ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ കമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാലൻസ് കാറ്റഗറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ നമുക്ക് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് എന്നുള്ളതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആവുന്ന യൂണിറ്റ്സിനെ എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നോക്കുകയാണെങ്കിൽ
ഇവിടെ നമുക്ക് 3 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്: ഹൈ ഈൽഡ്, മീഡിയം ഈൽഡ് ആൻഡ് ലോ ഈൽഡ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഓരോ യൂണിറ്റ്സിൽ നിന്നും അപ്പിയർ ചെയ്തിട്ടുള്ളതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നതിൽ 4 യൂണിറ്റ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ ഒരു 4 യൂണിറ്റ്സ് നോക്കുകയാണെങ്കിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്റ്റാർ റേറ്റഡ് യൂണിറ്റ്സുകളാണ്. സോ നമ്മൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ബ്ലോക്ക് 2ൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5 ആൻഡ് 6 3 റേറ്റഡ് സ്റ്റാർ യൂണിറ്റ്സുകൾ തന്നെയാണ്, അതായത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ്. യൂണിറ്റ് 7ലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് എന്റർപ്രൈസസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അത് 2 സ്റ്റാർ റേറ്റഡ് ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം. കമ്പാരിറ്റീവ്ലി ലോവർ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 8 ആണ്. ഇന്റർനാഷണൽ ബിസിനസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണത്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് 9 ടു യൂണിറ്റ് 10 നോക്കുകയാണെങ്കിൽ ഈ 2 യൂണിറ്റ്സും 3 സ്റ്റാർ റേറ്റഡ് ആണ്. ഓർഗനൈസിംഗ് ആൻഡ് പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ ഒരു 2 യൂണിറ്റ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ്. യൂണിറ്റ് 11 ആൻഡ് 12ലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന 13 യൂണിറ്റ് 11, 12 ആൻഡ് 13ലേക്ക് വരുന്ന സമയത്ത് 2 സ്റ്റാർ റേറ്റഡ് ടോപ്പിക്സുകൾ അഥവാ യൂണിറ്റ്സുകളാണ് നമുക്ക് വരുന്നത്. സോ ആ ഒരു കൺസിഡറേഷനിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് 14 നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അത് 2 സ്റ്റാർ റേറ്റഡ് ടോപ്പിക് ആയിട്ടാണ് അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. യൂണിറ്റ് 15 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് മോട്ടിവേഷൻ. അതുപോലെ തന്നെ യൂണിറ്റ് 16 നോക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ 2 സ്റ്റാർ റേറ്റഡ് ആണ്. യൂണിറ്റ് 17ലേക്ക് വരുന്ന സമയത്ത് ടീം ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് 1 സ്റ്റാർ റേറ്റഡ് ആണ്. കമ്പാരിറ്റീവ്ലി ലോവർ ഫ്രീക്വന്റ്ലി ആണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. ഇനി ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് 3 യൂണിറ്റ്സും യൂണിറ്റ് 18, 19 ആൻഡ് 20 അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഡിഫറെന്റ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത്. അത് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. 3 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ് നമുക്ക് ഇവിടെ ഒരു മാപ്പിന്റെ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്കൊരു ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് എന്നുള്ള രീതിയിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു 5 ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ് ഹൈ ഈൽഡ് കാറ്റഗറിയിൽ നിൽക്കുന്നത്. ദെൻ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ദെൻ അനദർ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ലോവർ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് മാർക്കറ്റിംഗ് മിക്സ്, PLC, പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ, പ്രൈസിംഗ് ഡിസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ദെൻ മോട്ടിവേഷൻ തിയറീസ് ആൻഡ് ഇന്നോവേഷൻസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദെൻ നമ്മൾ ഇനി നോക്കുന്നത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതായത് മസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് നമുക്ക് തരികയാണ് ഈ ഒരു ഡോക്യുമെന്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻസ് ആണ് വിത്ത് എക്സാമ്പിൾ. അതുപോലെ തന്നെ അതിന്റെ എയ്ഡ്സ് ടു ട്രേഡ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ് കൊമേഴ്സ് ആൻഡ് ഓൾസോ ഫംഗ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസും, അതിന്റെ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻസും കൂടി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദെൻ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. ദെൻ വാട്ട് ഈസ് ഇന്നോവേഷൻ, എക്സ്പ്ലെയിൻ ടൈപ്സ് ആൻഡ് പ്രോസസ് ഓഫ് ഇന്നോവേഷൻ എന്നുള്ളതും. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്താണ്, അതിന്റെ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിന്റെ പാരഡിസം ഷിഫ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അഥവാ CSRന്റെ ഡിഫറെന്റ് തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതും. നെക്സ്റ്റ് ബിസിനസ് എത്തിക്സ് എന്താണ്, അതിന്റെ മേജർ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പാർട്ട്നേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പലതിന്റെയും ബേസിസിൽ എക്സ്റ്റെന്റ് ഓഫ്
പാർട്ടിസിപ്പേഷൻ ആവാം, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആവാം, ലയബിലിറ്റി ആവാം, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബിഹേവിയർ ആവാം. ഇതിന്റെയൊക്കെ ബേസിസിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സോൾ ട്രേഡർ ഓർഗനൈസേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ എന്തെല്ലാം കണ്ടന്റ്സ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ അനദർ പാർട്ട്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബിസിനസ് ഫോം ഓർഗനൈസേഷൻസിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാർട്ടാണ് അനദർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കമ്പനി എന്താണെന്നുള്ളതും അതിന്റെ ക്യാരക്ടേഴ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ OPC അഥവാ 1 person കമ്പനി എന്താണ്, അതിന്റെ റിലാക്സ് ആക്ഷൻസ്, അതായത് ഗവൺമെന്റിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുന്നിൽ അതിന് കുറച്ച് റിലാക്സ് ആക്ഷൻസ് ഉണ്ടല്ലേ, അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സും മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് കൂടി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓർഗനൈസിംഗിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ, അതിന്റെ വേരിയസ് ടൈപ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെ തരമാണ് എന്നുള്ളത് ആ ഒരു ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ചാർട്ട് എന്താണ്, ഓർഗനൈസേഷണൽ മാനുവൽസ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, എങ്ങനെയാണ് മാനേജേഴ്സ് അത് അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ യൂസ് ചെയ്തു പോകുന്നത് എന്നുള്ളതും അതിന്റെ ഒരു എക്സാമ്പിൾ കൂടി മെൻഷൻ ചെയ്യാനായിട്ട് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പാരിസൺ ഓർ ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ് ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓഫ് ഷോറിംഗ് ആൻഡ് ഔട്ട് സോഴ്സിംഗ് എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളതും നമ്മളോട് ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ള ഭാഗത്ത് നിന്നും ആ ഒരു യൂണിറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ളതും അതിന്റെ ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനീസിനെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരു ക്വാളിറ്റീസ് വെച്ചുകൊണ്ടായിരിക്കും. ആ ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. മഹാരത്ന, നവരത്ന, മിനി രത്ന സ്കീംസ് എന്നുള്ളത്. സോ അത് കൃത്യമായ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ദെൻ ഗവൺമെന്റ് കമ്പനി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും. ദെൻ പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ നേച്ചർ, അതുപോലെ തന്നെ സ്കോപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ പ്ലാൻ ഫ്രം പോളിസീസിൽ നിന്നും പ്ലാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അതിന്റെ എസെൻഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ പ്രോസസ് എങ്ങനെയാണ് കടന്നു പോകുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്നുള്ളതാണ് അനദർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ മോട്ടിവേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് മോട്ടിവേഷൻ, അതിന്റെ നേച്ചറും പ്രോസസ്സും ഒബ്ജക്റ്റീവ്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന ഇൻസെന്റീവ്സിന്റെ ടൈപ്സും ഏതൊക്കെയാണെന്നുള്ളതും അതെങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകാനായിട്ട് ഇവിടെ പറയുന്നത്. ദെൻ പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 മോക്ക് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ആൻസേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾക്ക് നിങ്ങളൊരു ലേൺ വൈസ് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സെറ്റ് എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി പേപ്പർ എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ആൻഡ് ഓൾസോ റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി വേണം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഈ
ഈച്ച് കാറ്റഗറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇന്നോവേഷൻ, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, അത് നമ്മൾ എന്തുമായി റിലേറ്റ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്ത ആ ഒരു ഇന്നോവേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്യാനാണ്. അതോടൊപ്പം അതിന്റെ പാരഡിസം ഷിഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കൂടി, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ, എത്ര പെർസെന്റേജ് നമ്മൾ ഇൻകം അനുസരിച്ച് എത്ര പെർസെന്റേജ് മാറ്റി വെക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1% കമ്പനി അഥവാ OPC എന്താണെന്നുള്ളതും അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സും അതിന് അവൈലബിൾ ആവുന്ന റിലാക്സാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി, കമ്പനീസ് ആക്ട് പ്രകാരം അതിന് അവൈലബിൾ ആവുന്ന റിലാക്സാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയന്റിഫിക് ഡിസിഷൻ മേക്കിംഗ് അഥവാ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഒരു കോയിന്റെ രണ്ട് സൈഡ് എന്നുള്ള രീതിയിൽ എങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഡിഫൈൻ ചെയ്യുക, അതോടൊപ്പം അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഈ ഒരു ഡെലിഗേഷൻ മാനേജേഴ്സ് യൂസ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയാണ്, മോട്ടിവേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അതെങ്ങനെയാണ് ഇന്ത്യൻ ഓർഗനൈസേഷൻസിൽ നമ്മൾ യൂസ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് അഥവാ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, വിത്ത് എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം, വെർച്വൽ ക്യാപിറ്റൽ, ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ടീം ബിൽഡിംഗ്. ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ അനദർ സെറ്റ് അല്ലെങ്കിൽ സെറ്റ് ബി പ്രാക്ടീസ് സെറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസർ കൺസിഡറേഷൻ കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നത് ഇ കൊമേഴ്സ് എന്താണെന്നുള്ളതും അതിന്റെ ഇ കൊമേഴ്സ് ട്രഡീഷണൽ കൊമേഴ്സുമായിട്ടുള്ള ഡിഫറൻസിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, പലതിന്റെയും ബേസിസിൽ നമ്മൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ പാർട്ട്നേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ എങ്ങനെ നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നു, അതായത് ഇന്ത്യൻ്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പനി എന്താണ് അല്ലെങ്കിൽ ഡിഫൈൻ കമ്പനി എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ അതോടൊപ്പം അതിന്റെ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺട്രോൾ എന്താണ് അല്ലെങ്കിൽ ഡിഫൈൻ കൺട്രോൾ എന്നുള്ളതും കൺട്രോളിംഗ് പ്രോസസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ബാരിയേഴ്സ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ റെമഡീസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ്, സ്റ്റൈൽ ആൻഡ് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർ ഇഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പ്രൈസിങ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പ്രൈസിങ് വരുന്ന സമയത്തും ഡിമാൻഡ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചസും ഏത് രീതിയിലാണ് എന്നുള്ളതും അതിന്റെ അപ്രോച്ചസ് വിത്ത് എക്സാമ്പിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതെങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെയും വെൽത്ത് മാക്സിമൈസേഷനും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതിന്റെ കോൺട്രാസ്റ്റിംഗ് അഥവാ ഈ പറയുന്ന ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ സെറ്റ് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഗവൺമെന്റ് കമ്പനീസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ HR-ന്റെ റോള് ഇൻ എവിടെയാണ് എമർജിംഗ് ടെക്നോളജി ഡ്രിവൺ വർക്ക് പ്ലേസിൽ, അതുപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്, ദെൻ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ഇത്രയാണ് നമ്മുടെ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ഇതിന്റെ ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. സോ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മെയിൻലി 500 to 600 വേർഡ്സ് എങ്കിലും അത് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മസ്റ്റ് ആയിട്ടും അതിനൊരു ഇൻട്രൊഡക്ഷൻ, ഒരു 2-3 സെന്റൻസിൽ ഒരു ഇൻട്രൊഡക്ഷൻ, 4 to 6 സെന്റൻസ് പോയിന്റ്സിൽ ഡിസ്റ്റിങ്സ് പോയിന്റ്സിലായിട്ട് നമുക്ക് അതിന്റെ ബോഡി പാർട്ടും
അതുപോലെ തന്നെ 2 to 3 സെന്റൻസിൽ അതിന്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അതായത് ഡെഫിനീഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കുന്ന സമയത്ത് ആ തിയറി എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ വേരിയസ് കോർ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഏത് രീതിയിലായിരിക്കണം, അതിന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് പ്രസന്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഡിസ്കഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ കാര്യം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്ത് പോയാൽ മതിയാവും. ബട്ട് എക്സ്പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് അവിടെ അവൈലബിൾ ആവാനുണ്ട്. അപ്പൊ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു പോകേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ ഓൾറെഡി എക്സാം അറ്റൻഡ് കൊണ്ടിരിക്കുന്ന ലേണേഴ്സ് ആണെങ്കിൽ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലേണർ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആ ഒരു 3 hours മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലെ. സോ സ്റ്റാർട്ടിംഗിലെ ഒരു 5 minutes നമുക്ക് അവൈലബിൾ ആവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായ രീതിയിൽ കെയർഫുള്ളി നമ്മൾ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് അത് ചൂസ് ചെയ്യുന്നതിനുമായിട്ടും നമ്മൾ അത് യൂസ് ചെയ്ത് പോവുക. ദെൻ അനദർ 30 minutes എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ ആൻസേഴ്സിനും നമ്മൾ ഒരു 30 minutes എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോവേണ്ടത്. അതുപോലെ തന്നെ ഒരു 6 minutes നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് ആൻസേഴ്സും പ്രോപ്പർ ആയിട്ട് നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ആണോ, മിസ്സിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി കറക്ഷൻസ് വരുത്താനായിട്ട് നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫൈനൽ 15 minutes നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഓവറോൾ ഒരു റിവ്യൂ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റണം. അവിടെ നമ്മൾ റീറൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അവിടെ ഒരു എന്തായിരിക്കണം, കൃത്യമായ രീതിയിൽ ഒരു കറക്ഷൻസ് മാത്രമായിരിക്കണം നമ്മൾ അവിടെ ചെയ്തു പോവേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. സോ നമ്മൾ ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നമ്മുടെ ഈ പറയുന്ന സെറ്റ് എ ആൻഡ് സെറ്റ് ബിയുടെ ആൻസേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് വിത്ത് ആൻസർ ബ്ലൂ പ്രിന്റ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വിത്ത് മെന്റർഷിപ്പ് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസും എങ്ങനെ നിങ്ങൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ഒരു ഐഡിയ നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതിനായിട്ട് നിങ്ങൾ ഒരു ലേൺ വൈസ് ലേണർ അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ലേൺ വൈസിലേക്ക് എൻറോൾ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സ്ആപ്പ് കോളിലേക്ക് നമ്പർ കോൾ ഓർ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ നിങ്ങളൊരു ലേൺ വൈസ് ലേണർ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലേൺ വൈസിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ അവൈലബിൾ ആവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രാക്ടീസ് സെറ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. ഇത് കൂടാതെ PYQA ഡോക്യുമെന്റ് എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആൻസർ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പേഴ്സണൽ ഗൈഡൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ നമ്മുടെ ലേൺ വൈസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ആയിട്ടോ കോൾ ആയിട്ടോ കണക്ട് ചെയ്യാവുന്നതാണ്. സോ അവർ ടീം വിൽ ഗൈഡ് യു ത്രൂ യുവർ എൻറോൾമെന്റ് ആൻഡ് ഹെൽപ്പ് യു ടു പ്ലാൻ യുവർ പ്രിപ്പറേഷൻ ഓഫ് ടേം ആൻഡ് എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.